ഒരു ഹെൽത്ത് പ്രോബ്ലം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാവുന്നതല്ല. അത് സൈലന്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഫോർ ഇയേഴ്സ്. ചെറിയ 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 ഡെയിലി ഹാബിറ്റ്സ് ഒരു ലോങ് ടേം ഒരു ഹെൽത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചെറിയ ചെറിയ ഡെയിലി ഹാബിറ്റ്സ് ക്രിയേറ്റ് എ ലോങ് ടേം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡെയിലി ഹാബിറ്റ്സ് ഓൾസോ ക്രിയേറ്റ് ഡിസീസ്, ലോങ് ടേം ഡിസീസിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഹെൽത്ത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ പ്രിവെൻഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഹെൽത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നല്ല ഉഷാറായിട്ട് നമ്മുടെ എല്ലാ സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഹെൽത്തിയാന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന് ആ ഹെൽത്ത് നമുക്ക് അസുഖം വരാണ്ടിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്നാലും നമ്മൾ ഇതൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളയാണ് അല്ലെ. എന്നാലും നമ്മൾ ഒരു തീരെ ഒരു ശ്രദ്ധയില്ല നമുക്ക് ഒന്നിലേക്കും. എന്തുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമുക്ക് എങ്ങനെയാ വേണ്ടേ, എന്താണ് ഹെൽത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ഒരു റീസൺ അതിന്റെ ഞാൻ പറയാം, നമ്മൾ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്, എന്താ പറയുക എക്വിപ്ഡ് ആണ്. കാരണം ഞാൻ ഒരു 10 ലക്ഷം 25 ലക്ഷം 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ അസുഖം വരുമ്പോ പോകാനുള്ള സ്ഥലത്തേക്കുള്ളതല്ലേ ആ ഇൻഷുറൻസ്. ആ അസുഖം വന്ന് നമ്മൾ അസുഖം വന്ന് ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് വേണ്ടി അനുഭവിക്കാൻ പോണില്ല. നമുക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടക്കാൻ പോണില്ല. നമ്മൾ തന്നെ അനുഭവിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഭയങ്കര ലാഘവത്തോടെ, പണ്ട് പൈസ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് പൈസയും ഭക്ഷണം നിറച്ചുള്ള സമയത്ത് ആരോഗ്യം ഇല്ല എന്നുള്ളത് ആ ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയും ഹോസ്പിറ്റലും ഒക്കെ മസ്റ്റ് ആണ് വെൻ വി ബിക്കം സിക്ക്. നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ലൈഫ് സ്റ്റൈലും കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക്, മോശമായ അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കാൻ നോക്കാന്നുള്ളതിന്റെ ടോപ്പിക്കാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ എല്ലാ ചെറിയ ചെറിയ ഹാബിറ്റ്സും നമ്മളെ ഹെൽത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതേപോലെ എല്ലാ ചെറിയ ചെറിയ ഹാബിറ്റ്സും നമ്മൾക്ക് ഹെൽത്ത് ഇല്ലാണ്ടും ആക്കാം. അപ്പൊ ഇവിടെ മോർ കൺവീനിയൻസ് ആണ് നമുക്ക്. ഓക്കെ, മോർ കൺവീനിയൻസ് ആയപ്പോ വി ആർ ടോട്ടലി അൺഹെൽത്തി ആയി. കൂടുതൽ ഇരുന്നുള്ള ജോലി ഇപ്പൊ സെഡൻഡറി ആയി തുടങ്ങി. മോർ സ്ക്രീൻ ടൈം ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് സ്ലീപ്പ്, അതേപോലെ നമ്മുടെ ഉറക്കം കുറഞ്ഞു തുടങ്ങി. മോർ കണക്റ്റഡ് ഓൺലൈൻ. ഇന്ന് എല്ലാവരും എന്തൊരു ഫേസ്ബുക്ക് എടുത്ത് നോക്കി എത്ര ഫ്രണ്ട്സാണ് നമുക്ക്. പക്ഷെ നമ്മളിവിടെ 10 ദിവസം വയ്യാണ്ട് കിടന്ന ഒരു മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. വി ആർ ടോട്ടലി ലോൺലി ആയി തുടങ്ങി. 100% സ്ട്രെസ്സിലേക്ക് പോകാൻ തുടങ്ങി. ആൻഡ് ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് അത്രയധികം, പണ്ട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് എങ്കിലും ഉണ്ടായിരുന്നു വീട്ടില്. കാരണം ആ ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അത് വെച്ചിട്ട് എല്ലാവരും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കഴിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ഭക്ഷണത്തിലും കൂടുതൽ ജങ്കാണ് കൂട്ടിയേക്കണം, വേണ്ടാത്ത ആന്റി ന്യൂട്രിയൻ ഫുഡാണ് കൂടുതൽ. ആൻഡ് ദിസ് ഓൾ ലീഡ്സ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഫൈനൽ ഔട്ട്കം ഇതിന് എന്താ സംഭവിക്കണം? ഫൈനൽ ഔട്ട്കം ഇസ് ഒബേസിറ്റി, ഡയബറ്റിസ്, PCOD, തൈറോയിഡ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ഓട്ടോഇമ്യൂൺ ഡിസീസ് ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സോ therefore wellness is the need of the hour. വെൽനെസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഒരു ആഡംബരമല്ല. നമ്മുടെ ശരീരം നോക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സർവൈവലിന്റെ ഭാഗമായിട്ട് മാറിയേക്കുക.